Hey guys, it's me Vishnu. And this is Sudhish. Welcome to our channel. What's the crack? What's the crack, bro? Real life versus real life. Aha, real life versus real videos. Okay. Yes, no, real life. Real life. Okay. Yes. അപ്പം എന്തുവാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? റിയൽ ലൈഫ് വേഴ്സസ് റിയൽ ലൈഫ്. അതായത് നമ്മള് റീസെന്റ് വല്ലം ഇഷ്യൂസ് ഇഷ്യൂസ് ഒന്നുമല്ല. എനിക്ക് ഇത്ര ചോദിക്കും നമ്മുടെ ഒരു ഡിസ്കഷൻ വെച്ചാൽ ബേസിക്കലി റീലിൽ കാണിക്കേണ്ട, അതായത് ഇൻസ്റ്റാഗ്രാം റീലിലും യൂട്യൂബിലും ഒക്കെ കാണിക്കേണ്ടതാ ഒരു കണ്ടന്റും ഓക്കെ വേഴ്സസ് നമ്മുടെ പ്രൈവറ്റ് മാറ്റേഴ്സ്. ഇതൊക്കെ നമ്മുടെ പ്രൈവറ്റ് മാറ്റേഴ്സും റീലിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോന്ന് ഐ ബിലീവ് നിങ്ങൾ എന്തോ കണ്ടുകൊണ്ടാണ് ഇന്ന് ഈ ടോപ്പിക് കൊണ്ടുവരാന്ന് വിചാരിച്ചത്. ഐ നോ ദ റീസൺ ഒരാളല്ല, അത് കുറച്ച് നാളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഫാമിലി മാറ്റേഴ്സും ഈ റീൽ വഴിയും ഷോർട്സ് വഴിയും വഴിയും സോഷ്യൽ പ്ലാറ്റ്ഫോംസ് വഴി കൊണ്ടുവരുന്നുണ്ട്. സ്വന്തം അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും എതിരെയുള്ള പ്രശ്നങ്ങള് പ്രശ്നം സോഷ്യൽ മീഡിയയിലോട്ട് പ്രശ്നമാണ് പ്രശ്നം. പ്രശ്നമാണല്ലോ പ്രശ്നം. ഇത് സോഷ്യൽ മീഡിയയിലോട്ട് കൊണ്ടുവന്ന് ആൾക്കാരുടെ ഇടയിലോട്ട് ഇടുക. വാട്ട്സ് ദ പോയിന്റ് ഓഫ് ഇറ്റ് ആണ് എന്റെ ചോദ്യം. ഇപ്പം ചില കേസിൽ ഇപ്പം ഈ പറയുന്ന നമ്മുടെ ഇപ്പൊ ഈ സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ ഇങ്ങനത്തെ കോണ്ടന്റ്സ് കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം ചിലവര് ഫാമിലി ലൈഫിൽ ഇപ്പൊ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും അല്ലെങ്കിൽ ഫാമിലി പരമായിട്ട് അവരെന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുവാണ്, അവർക്ക് ആരടുത്തും പറയാനില്ല, പക്ഷെ അവർക്ക് ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം ഉണ്ട് എന്നാ സഹികെട്ട് പറഞ്ഞേക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരും കാണുമല്ലോ. സോ ദാറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. ഇപ്പം നമ്മളൊരു ലൈഫില് നമുക്ക് ആരോടും പറയാനൊന്നും ഇല്ല, അത് മനസ്സിലാക്കാം. പക്ഷേ ഇത് ഫെയിമിന് വേണ്ടി ചെയ്യുന്ന ഫെയിം ആണോ ഐ ഡോണ്ട് നോ. അതോ മറ്റേ വണ്ടിക്ക് വേണ്ടിയാണോ? അതല്ല, ഞാനതല്ല ഉദ്ദേശിച്ചത്. ഞാൻ ചോദിച്ചാല് ഓരോരോ ചാനൽ തുടങ്ങി സക്സസ്ഫുൾ ആയ ആൾക്കാര് പെട്ടെന്നൊരു ദിവസം വന്നിട്ട് വീട്ടില് സ്വന്തം ആൾക്കാരായിട്ടുള്ള വഴക്കൊക്കെ ലൈവ് വീഡിയോ, അതായത് അവർ ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്നു. ഇവരുമായിട്ടുള്ള പ്രശ്നങ്ങള് അമ്മയോ അച്ഛനോ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ എടുത്തു പറയുന്നില്ല, ഇതിങ്ങനെ ലൈവായിട്ട് കാണിച്ചോണ്ട്, ലൈവല്ല, അത് ഷൂട്ട് ചെയ്തിട്ട് ഇവര് വന്നിട്ട് പറയാം എന്റെ അമ്മ ഇങ്ങനെയാണ്, എന്റെ അച്ഛൻ ഇങ്ങനെയാണ്, എന്നെ ഭയങ്കര മോശമായിട്ട് എന്റെ അടുത്ത് പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് സംവർ ഐ ഫീൽ ലൈക്ക് ഈ പറഞ്ഞ ആളില്ലേ, എനിക്ക് ഞാൻ ആളുടെ പേര് ലേറ്റസ്റ്റ് വീഡിയോ നമുക്കറിയാം. ഇപ്പം ഈ കാണുന്ന ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ പക്ഷെ ആൾക്കാർക്ക് മനസ്സിലായി ആരാണ്. പക്ഷെ ആ പുള്ളിക്കാരൻ എനിക്ക് ഒന്ന് ഫാമിലി പരമായിട്ട് അവരെല്ലാരും കൂടെ ഒന്ന് ചേർന്നിട്ട് കോണ്ടന്റിന് വേണ്ടി ചെയ്യുന്ന പോലെ ഉണ്ട്. കാരണം മേ ബി സീരിയസ് ആയിരിക്കാം, പക്ഷെ ഇതെന്തിനാണ് ഭയങ്കര വഷളാക്കുവല്ലേ. ഐ മീൻ സിറ്റുവേഷൻ കുറച്ചും കൂടെ വേഴ്സ് ആക്കും അവര്. നമുക്ക് പണ്ട് മറ്റേ ഒരു പുള്ളി ഇല്ലായിരുന്നോ, മറ്റേ ഒരു പുള്ളി ഉണ്ടല്ലോ, ഗേൾഫ്രണ്ടായിട്ട് ബ്രേക്കപ്പ് ആയിട്ട്, അതും മിസ്റ്റർ പൊറിഞ്ചു ടെക്കി. ഓക്കെ, ഐ ഡോണ്ട് നോ. സോറി, പൊറിഞ്ചു ടെക്കി എന്നുണ്ടൊരു പുള്ളി ഉണ്ടായിരുന്നു. ആ പുള്ളി ഗേൾഫ്രണ്ടായിട്ട് ബ്രേക്കപ്പ് ആയി. ഇതൊക്കെ ഇവര് പ്രൈവറ്റ് മാറ്റേഴ്സ് പുറത്തു കൊണ്ടുവരും. ഇപ്പം അതായത് ഇപ്പം നിന്റെ ലൈഫിലെ ഒരു പ്രൈവറ്റ് അഫെയർ ആൾക്കാരെ കാണിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയൽ പോലെ. വാട്ട് ഐ ഫീൽ ഇസ് ലൈക്ക് നമ്മളിപ്പോ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ചാനൽ അല്ലെങ്കിൽ യൂട്യൂബിലോ ചാനൽ പോഡ്കാസ്റ്റ് എന്തിനായിരിക്കും നമ്മൾ തുടങ്ങിയത്? നമ്മള് നമ്മുടെ കണ്ടന്റ് പിന്നെ സംവെയർ വി ഹേർഡ് ദാറ്റ് നമുക്ക് ഇതുകൊണ്ട് ഒരു ലിവിങ് നമുക്ക് ഉണ്ടാക്കാം. അതെ, ഇത് വെച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് കൊണ്ടുവന്ന ആൾക്കാരുണ്ട്, നെഗറ്റീവായിട്ട് കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. നെഗറ്റീവ് ഇപ്പം പ്രൈവറ്റ് ലൈഫിലെ കാര്യം കാണിക്കാൻ അവർക്ക് താല്പര്യം കാണിച്ചിട്ട് അത് കുഴപ്പമില്ല. പക്ഷെ അത് തന്നെ പറയുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന ആൾക്കാര് പ്രശ്നമാണ്. എന്റെ പ്രശ്നം എന്താ? എന്റെ പ്രശ്നം ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളുണ്ടല്ലോ, പുള്ളിക്കാരന് ഇനി കാശ് വേണം. കാശ് വേണ്ട. ഈ കാശിന് വേണ്ടി ഇങ്ങനത്തെ കുറെ ആൾക്കാര് ഇനി ഇതേപോലത്തെ കോണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഓൾസോ ഐ ഫീൽ ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ ഒരുമാതിരി നമ്മുടെ സിസ്റ്റത്തിനെയും നമ്മുടെ നോർമൽ റിലേഷൻഷിപ്പ് എല്ലാത്തിനും ഒരു വാല്യൂ ഇല്ലാതായി പോവുക. അതായത് ഇപ്പം കുറെ പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ലേ. ഇപ്പം ലീഗൽ സിസ്റ്റത്തിന് തന്നെ നമ്മുടെ ഇപ്പം നാട്ടിലായാലും നോട്ട് ഓൺലി ഇൻ കേരള, ഓൾ ഓവർ ഇന്ത്യ ഐ ബിലീവ് ലീഗൽ സിസ്റ്റത്തിന് തന്നെ ഭയങ്കര വെല്ലുവിളിയായിട്ട് കുറെ പേര് കാര്യങ്ങള്
അവര് ദിസ് ഇസ് ഓൾ കോണ്ടന്റ്, പാർട്ട് ഓഫ് പ്രശ്നങ്ങൾ കണ്ടന്റ്, ബട്ട് ദിസ് ഇസ് നോട്ട് കോണ്ടന്റ്. ഇത് ഇപ്പം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിൽ അങ്ങ് സംസാരിക്കാൻ അങ്ങനെ ആണെങ്കിൽ നമ്മളതല്ലേ ചെയ്യുന്നത് വിഷ്ണു. നമ്മൾ അത് തന്നെ ചെയ്യുന്നത്. പക്ഷെ എന്ത് വേണമെങ്കിൽ സംസാരിക്കും, നമ്മൾ ആരെ ഹേർട്ട് ചെയ്യുന്നില്ല. നമ്മൾ ആരെ ഹേർട്ട് എന്ന് ചെയ്യുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ആരുടെ പേര് വെളിപ്പെടുത്തിയില്ല. പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ നമ്മള് കുറച്ച് പ്രശ്നം പേരെ നമ്മൾ ആളുടെ പേര് വെളിപ്പെടുത്തിയില്ലല്ലോ ഇതുവരെ. നമ്മള് സ്റ്റിൽ ഹേർട്ട് സ്റ്റിൽ പീപ്പിൾ. നമ്മൾ ഹേർട്ട് ചെയ്യുന്നു. പക്ഷെ ആ വിഷ്ണു ആൾ അങ്ങനെ പറയാൻ പറ്റില്ല വിഷ്ണു. അതെന്തൊരു ഒരു മോശം പരിപാടിയാണ്. നമ്മളൊരാളെ പക്ഷെ പ്രശ്നം ഡയറക്ട്ലി പറയുന്നില്ല വെച്ചിട്ട് പുള്ളിക്ക് മനസ്സിലാവില്ലേ? പക്ഷെ ഞാൻ അങ്ങനത്തെ പരിപാടിയത്. അല്ലല്ല മേ ബി ഞാൻ പറഞ്ഞൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയില്ല. ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറെ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഈ സോഷ്യൽ ലൈഫ്, ഈ റിലേഷൻഷിപ്പ് എല്ലാത്തിനും ഒരു 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 വിലയില്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു രീതി പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, എനിക്ക് എല്ലാം കോണ്ടന്റ് ആണ്. എവറിഥിങ് ഇസ് അതെ കോണ്ടന്റ്. അതെ ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇപ്പൊ അവര് വന്നിട്ട് പറയാം, ഇപ്പം ഈ പറഞ്ഞ ടെക്കി ഗൈയും അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ നമ്മളെ പ്രശ്നം ആളും ഒക്കെ വന്നിട്ട് പറയാണ്, ഞങ്ങളുടെ പ്രൈവറ്റ് മാറ്റർ അല്ലേ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അങ്ങനെ ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലോട്ട് ഇടുമ്പം അതൊരു എന്താ പറയാ, ഇപ്പൊ ബിഗ് ബോസ് കാണുന്നുണ്ട്. ബിഗ് ബോസിനകത്ത് എന്താ കുറെ ആൾക്കാർ ഇത് ബിഗ് ബോസ് തന്നെ ഒരുപോലെ ഉണ്ട്. യൂട്യൂബ് ബിഗ് ബോസ്, അതായത് ഇറ്റ്സ് യുവർ ചോയ്സ്. അപ്പം ഇതിനകത്ത് പ്രശ്നം വെച്ചാൽ ഇതിനകത്ത് പുറകിൽ പോലീസ് കേസ് ഒക്കെ ഉണ്ട്. അതായത് ഈ പറഞ്ഞ ഈ ലേറ്റസ്റ്റ് ഇൻസിഡന്റിൽ അമ്മയെ പെങ്ങളെ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസൊക്കെ പോയിട്ടുണ്ട്. എത്രമാത്രം കറക്റ്റാ നമുക്കറിയില്ല. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് ഇടുകയാണ്. ഈ പറഞ്ഞ ഫാമിലിയിലുള്ളവർ തന്നെ സ്വന്തം അമ്മയ്ക്കെതിരെയും പെങ്ങൾക്കെതിരെയും, പെങ്ങൾ തന്നെ സ്വന്തം ആങ്ങളെക്കെതിരെയൊക്കെ വീഡിയോ ഇടുക. ഇതൊക്കെ അറിയില്ല, മേ ബി ഇറ്റ്സ് ഇന്നെവിറ്റബിൾ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സെനാരിയോയിൽ ഇതൊക്കെ നമ്മൾ കണ്ടേ ഇനി അല്ല, ദാറ്റ്സ് വാട്ട് ഐ ആം സേയിങ്. ഇനിയിപ്പോ നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു സാധനം അല്ലെങ്കിൽ ഇതേപോലത്തെ കുറെ പ്ലാറ്റ്ഫോംസ് ഇനിയും അങ്ങോട്ട് മുമ്പോട്ട് വളരാൻ പോകുന്നേ ഉള്ളൂ. ഇതിനും ഇതേപോലെ വേൾഡ് സിറ്റുവേഷൻ ഇനിയിപ്പോ ആൾക്കാരെ ഇനിയിപ്പോ കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ സംവെയർ. ഇനി ഇതിലും മാത്രം എത്രമാത്രം പോകാനാണ് എനിക്കറിയില്ല. ഇനിയും മറ്റേ കുറെ പോയിട്ടുണ്ടല്ലോ കുറെ ആൾക്ക്. ഇപ്പം നമ്മള് ഇപ്പം ഇവരൊക്കെ എന്തിനാ ഇത് ചെയ്യുന്നത്? എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആ പറയുന്ന കാർ മേടിക്കണമായിരിക്കും, ആണോ ആയിരിക്കും. എങ്ങനെ പറയാൻ പറ്റി? അങ്ങനെ മോശം എങ്ങനെയൊന്നും പറയില്ല. അതിപ്പം ഇപ്പം ആ ഒരു എല്ലാരും അതല്ല മോക്കിയെന്ന്, അതായത് ആ കാർ മേടിക്കാൻ വേണ്ടിയാണ് എല്ലാരും. ഞാൻ ഈ ലേറ്റസ്റ്റ് ഇഷ്യൂന് താഴെ കമന്റ് ഉണ്ട്, ഫോർച്യൂണർ വാങ്ങാൻ പറ്റും തോന്നില്ല, കാരണം ആ വീഡിയോ അത്ര അതന്നെ ട്രെൻഡിങ് ആവുന്നില്ല. അതാണ് ഇത്. ഇപ്പൊ അവർക്ക് കാശ് വേണം, അവർ കാശിന് വേണ്ടി എന്ത് വേണം ചെയ്യണം, എന്ത് വേണം, ഏത് ടൈപ്പ് ഓഫ് കോണ്ടന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് അവരാരെയും ഫിസിക്കലി ഒന്നും ഇത് ഫിസിക്കലി ആണ്, പക്ഷെ ഫിസിക്കലി അല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അല്ലാത്ത ആൾക്കാർക്ക് ഒരു പക്ഷെ ഇത് ആൾക്കാർക്ക് ഇത് മതി, അതുമാണ്. എന്നിട്ട് ഈ ആൾക്കാർ തന്നെ അതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അതെ, അവർക്കിത് അങ്ങനെയല്ല. ഇപ്പൊ ഞാനും ഇത് കണ്ടിട്ടുണ്ട്. ഞാനിത് കുറ്റം പറയുകയല്ല, പക്ഷേ ഇപ്പോഴത്തെ ഒരു സെനാരിയോ വെച്ച ആൾക്കാർ ഈവൻ റെഡി ടു ഷെയർ ദെയർ പ്രൈവറ്റ് മാറ്റേഴ്സ് ഇൻ ദ പബ്ലിക് ഡൊമൈൻ. അതാണ് നമുക്കൊന്നും ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, നമുക്ക് കുറ്റം പറയാനില്ല. പക്ഷെ അത് എനിക്കറിയില്ല എത്രമാത്രം അത് ഒരു നല്ല കാര്യമാണെന്ന്. അതെ, അതന്നെ. അപ്പം ചിലപ്പോ അവർ ഇതൊന്നും ഉദ്ദേശിച്ചിട്ടല്ലായിരിക്കും, ചിലപ്പോ ജെന്യുവൻ കേസായിരിക്കും. പക്ഷെ ഇതൊക്കെ പബ്ലിക് ഡൊമൈനിൽ കൊണ്ട് കൊടുക്കണോ? സ്വന്തം അമ്മയും പെങ്ങളും ഒക്കെ വീട്ടിലുള്ള അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ റിലേഷൻഷിപ്പിന് ഒരു വിലയില്ലാതായി പോയി. അതായത് വെറുതെ എന്നുവെച്ചാ രണ്ട് കൂട്ടരും കോണ്ടന്റ് ഈസ് ദ കിങ് പറയുന്ന പോലെ. ഇപ്പൊ എന്ത് നെഗറ്റീവ് തിങ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ നാളെ നമുക്കൊരു വീഡിയോ ഉണ്ടാക്കാം വിഷ്ണു, നമുക്ക് അടി ഉണ്ടാക്കാം, നമുക്ക് പൊരിഞ്ഞ അടി ഉണ്ടാക്കാം. എന്നിട്ട് പക്ഷെ നമ്മളെ കുറിച്ച് സംസാരിക്കാൻ ആരും കാണുന്നില്ല. വിഷ്ണു ഒരു ആണെന്ന് പറയാം. ഓക്കെ, എന്നിട്ട് പൊരിഞ്ഞ അടി പറയാം. നമുക്ക് വീട്ടിൽ ഫുൾ അടി നടക്കുന്ന സീൻസ് എല്ലാം നമ്മൾ ഭയങ്കര പ്രശ്നം. ഷാരോനെ വിളിക്കണം ക്യാമറ എടുപ്പിക്കാൻ. അല്ല വേറെ സംഭവം ഉണ്ട്. ഇത് നമ്മളെ വീഡിയോ കാണാനും ആൾക്കാർ വേണം, എന്നാലല്ലേ ഇത് റീച്ച്. മലയാളി ഹൗസ് എന്ന് പറയാം. ഓർമ്മയുണ്ട് പണ്ട് മലയാളി ഹൗസ് ഉണ്ട്. ആ മലയാളി ഹൗസ് നമ്മൾ രണ്ടുപേരും കണ്ടു. ഐ മീൻ നമ്മൾ ബാംഗ്ലൂര്. പക്ഷെ പുറത്തു വരെ നാണക്കേടായിരുന്നു, ഞങ്ങള് കാണുമായിരുന്നു. ഫുൾ എപ്പിസോഡ് നമ്മൾ കണ്ടു. കുറച്ച് നാളെ JK വന്നു. എന്റെ ഫ്രണ്ടാണ് JK. നല്ലൊരു പയ്യനാണ്, പക്ഷെ അവന് ചെറിയൊരു മലയാളി ഹൗസ് വീക്ക്നെസ് ഉണ്ട്. എല്ലാവർക്കും മറ്റൊരാളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ. അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? ബിക്കോസ് ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ വളർന്നിട്ടുണ്ട്, വളർന്ന ആളാണ്. നീയോ?
അപ്പം നോർത്ത് എനിക്ക് ഹിന്ദി നല്ലതായിട്ട് അറിയാം. സോ സ്മോൾ ആൻഡ് ബ്രോട്ട് അപ്പ് ദർ. അപ്പം മോഡിജി നോട്ട് വൈ മോഡിജി, ഐ മീൻ Okay. നോർത്ത് പാർട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം അവിടുത്തെ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ ഫാമിലി റിലേറ്റഡ് കാര്യങ്ങളുണ്ട്, അത് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. നമ്മുടെ ഇവിടെ എല്ലാവരും പീക്ക്, അതായത് അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത്, പിന്നെ ഈ വീട്ടിൽ എന്താ, ഓ ഓക്കെ ദേ ബോട്ട് ദിസ്, നോർത്ത് ഇന്ത്യ അപ്പുറത്ത് വീടില്ലേ? അപ്പുറത്തെ വീടുണ്ട്, പക്ഷെ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. ലൈക്ക് ഇപ്പൊ അവരൊരു ജെന്യൂൻ കേസാണ്. ഇപ്പൊ അവരുടെ വീട്ടിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ദേ ആർ ഹാപ്പി. ലൈക്ക് അവരുടെ ഫാമിലി മെമ്പേഴ്സ്, എസ്പെഷ്യലി ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ ദേ ആർ ഹാപ്പി. നമ്മുടെ അവിടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സാധനം ഒരു നമ്മുടെ ഇവിടെ കറണ്ട് ഇല്ല, അപ്പുറത്ത് കറണ്ട് ഉണ്ടോ? കറണ്ട് ഇല്ല. ഇത് നിങ്ങളുടെ, ഐ ബിലീവ് നമ്മുടെ പേഴ്സണൽ ഈ ഫാമിലി മലയാളി ഹൗസ് ബിഗ് ബോസ് ടെൻഡൻസി അബൌട്ട് there is a term called voyeurism. വോയറിസം. വോയറിസം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം ഒരു വീട്ടിലെ ഒരു ഉള്ളിൽ നടക്കുന്ന ഒരു പ്രശ്നം ആളുകൾക്ക് കാണാൻ ഇഷ്ടം. ഒരു പരിധിവരെ അതാണ് ഇവര് പ്രൊമോട്ട് ചെയ്യുന്നത്, ഈ പറഞ്ഞ ആളുകൾ. അതാണ് ആൾക്കാർക്ക് ഈ പറയുന്ന, ഇപ്പം യങ്സ്റ്റേഴ്സിനായാലും ഈ പറയുന്ന കുറച്ച് ഇടിയും മസാലയും, ഇപ്പൊ അതെ. പാട്ട്, നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ കുറച്ച് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് ഒരു സ്ലോ പാട്ട് കേൾക്കുന്നതിനെക്കാട്ടും ഇഷ്ടം അവർക്ക് കുറച്ച് അതെ. ബീറ്റ്സ് ഒക്കെ ഉള്ള, അതെ. അവർക്ക് പ്രശ്നം വേണം. അവർക്ക് അതിനകത്ത് ഇടിയും കുറച്ച് ഫൈറ്റ്. ഇപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്, നമുക്ക് വാട്ട് വി ഫെൽറ്റ് ഈസ് ലൈക്ക് അവർ ഈ പേഴ്സണൽ ഇഷ്യൂ കൊണ്ടുവരണ്ടായിരുന്നു. പക്ഷെ അതവരുടെ ഇഷ്ടം. ഇപ്പൊ പക്ഷെ നമ്മൾ ഇത് സംസാരിച്ചുകൊണ്ട് പോകുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് അതവരുടെ ഇഷ്ടം, അവര് ചെയ്യുന്നത്. അവരുടെ ഇഷ്ടമാണ്. ഞാൻ എതിരെയൊന്നും പറയുന്നില്ല. പക്ഷെ ഇതിന്റെയൊക്കെ ആവശ്യം. നിങ്ങളെ മൊത്തം വീഡിയോ കണ്ടായിരുന്നു അവരുടെ പ്രശ്നം? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടൊന്നുമില്ല. ഞാനിങ്ങനെ ഷോർട്സിലൊക്കെ കണ്ടു. പിന്നെ നമ്മള് ഇതിന്റെ മറ്റേ ആ ഭാഗമായതുകൊണ്ട് പുള്ളി മറ്റേ കുറുക്കന്റെ വിട്ട് പോകുന്നൊക്കെ ആ സാധനം. അത് ഞാനും കണ്ടായിരുന്നു, റീൽസിലോ എവിടെയോ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ പിന്നെ പിന്നെ പുള്ളി ഒരു കുറച്ച് എന്താ വൃത്തിയും എന്തൊക്കെയോ വൃത്തി സാധനം ഇല്ലാന്ന് കുറെ പേര് പറയുന്നു, വൃത്തി ഉണ്ടെന്ന് കുറെ പേര് പറയുന്നു. സംഭവം നമ്മള്, അപ്പൊ നിങ്ങളിപ്പോ ആലോചിക്കുക, അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ ഇവരെ കുറിച്ച് സംസാരിക്കുന്നത്? ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്തെങ്കിലും ട്രെൻഡിങ് സബ്ജക്റ്റിനെ കുറിച്ച് നമുക്കും സർവൈവ് ചെയ്യണ്ടേ? ഞങ്ങൾ ഇതിനെ കുറിച്ച് സംസാരിച്ചില്ല. പിന്നെ ഞങ്ങൾ എന്തിനെ ട്രെൻഡിങ് സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് ലോകത്തിന്റെ ട്രേഡിനെ കുറിച്ച് സംസാരിച്ചു. ട്രേഡിനെ കുറിച്ച് അത് വേറെ പ്ലാറ്റ്ഫോം ആണ്. അതിനകത്ത് ആൾക്കാർ അങ്ങനെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അതിനെ കുറിച്ചുള്ള വിവരമുള്ളവർ സംസാരിച്ചു. നമ്മൾ അത്ര ആ വിവരം കുറച്ച് കുറവായതുകൊണ്ട് ഞങ്ങൾ ഇതേപോലത്തെ അതെ സബ്ജക്റ്റ് കുറിച്ച് സംസാരിക്കാൻ. നിങ്ങൾ പറയൂ, ഈ പറഞ്ഞ വീട്ടിലെ പ്രൈവറ്റ് മാറ്റേഴ്സ് പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പിന്നെ ഈ പുള്ളിക്കാരൻ നിങ്ങൾക്ക് എന്താ തോന്നിയിരിക്കുന്നത്? ജെന്യൂൻ ഈ പുള്ളിക്കാരൻ ഉൾപ്പെടെ ടെക്കി എല്ലാരും ഇതേപോലത്തെ ആൾക്കാർ ജെന്യൂൻ ആണ്? 2 ബ്രദേഴ്സും ഉണ്ടായിരുന്നു മറ്റേ ഡാൻസ് കളിക്കുന്ന, അവരെയൊക്കെ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു ഇടയ്ക്ക്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാര് കോമെന്റിൽ പറയാ, ഇങ്ങനത്തെ ആൾക്കാര് ജെന്യൂൻ ആയിരിക്കുമോ അതോ ഫേക്ക് ആയിരിക്കും? മോർ ദാൻ ദാറ്റ്, do you really need to bring your private affairs to a public domain? Yes. By saying that, നമ്മള് ഈ പോഡ്കാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇനിയും അടുത്തൊരു ടോപ്പിക് ആയിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് വരെ, ഐ നോ ദാറ്റ് ഞങ്ങൾ ലാസ്റ്റ് വീക്ക് ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടില്ല, ബിക്കോസ് കുറച്ച് ഞങ്ങളും ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, വിഷ്ണു മടിയുണ്ടായിരുന്നു. ഒന്നും പറയുന്നില്ല. ഓക്കെ, so once again this is Vishnu and this is Sudesh signing off. What's the crack?